താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. Even when there was no reason for hope, Abraham kept hoping, believing that he would become the father of many nations. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്ന് കാണാൻ സാധിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ ഒരു വാക്യത്തിൽ നിന്ന് ഒരു വാക്ക് ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു, വിശ്വാസം. വിശ്വാസം എന്ന ഒരു വാക്ക് ഇന്ന് പകൽക്കാലം ഞാൻ എടുക്കുകയാണ്. എന്താണ് വിശ്വാസം? വാട്ട് ഈസ് ഫെയ്ത്ത്? വചനം എന്താണ് വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത്? നമുക്ക് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കാം. Faith shows the reality of what we hope for. It is the evidence of things that we cannot see. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം. നമ്മൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ, when we look at the life of Abraham started with the Lord called Abraham and said, I will make you many nations. I will make you a father of many nations. എന്ന ഒരു വാഗ്ദത്തം അബ്രഹാമിന് ദൈവം കൊടുക്കുവാൻ ഇടയായി. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും. അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാം ദൈവത്തിന്റെ വാക്കിന് കീഴ്പ്പെട്ട് യാത്ര തുടങ്ങുവാൻ തക്കവണ്ണം ഇടയായി. ദൈവം ഇപ്രകാരമാണ് പറഞ്ഞത്. The Lord told Abraham, the Lord said to Abraham, leave your native country, your relatives and your father's family and go to the land I will show you. I will make you into a great nation. ഈ ഒരു ഒറ്റ വാഗ്ദത്തത്തിന്റെ പുറത്താണ്, ഈ ഒരു ഒറ്റ വാക്കിന്റെ പുറത്താണ് അബ്രഹാം തന്റെ യാത്ര തുടർന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച പ്രിയ ജിനോച്ചായൻ സംസാരിച്ചതുപോലെ അദ്ദേഹം 2 കാര്യങ്ങൾ സംസാരിക്കുവാനിടയായി. ഒന്ന്, നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്ര. 2, നമ്മുടെ മനസ്സിന് വരുന്ന ഒരു രൂപാന്തരത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുവാൻ ഇടയായി. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അബ്രഹാം തന്റെ ആ ഒരു യാത്ര ഇവിടെ ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. We can see that Abraham started his journey in Genesis chapter 12. എന്നാൽ തന്റെ ഈ ജീവിതത്തിലെ ഈ യാത്ര തുടർന്ന് വരുന്ന സമയത്ത് കനാൻ നാട്ടിലേക്ക് താൻ എത്തിയപ്പോൾ അവിടെ ക്ഷാമം വരുവാൻ തക്കവണ്ണം ഇടയായി. So as Abraham's journey continued, he reached Canaan, the land of Canaan, and there was a famine that hit that particular land. ആ ഒരു സമയത്ത് താൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഈജിപ്തിലേക്ക് യാത്രയാകുവാൻ തക്കവണ്ണം ഇടയായി. ഇവിടെയാണ് തന്റെ ആ മനസ്സിന് ഉള്ള ഒരു രൂപാന്തരം കാണാതിരിക്കാൻ നമുക്ക് കഴിയുന്നത്. കാരണം തന്റെ മാനസികമായ ചിന്തയിൽ, തന്റെ സ്വയം ചിന്തയിൽ താൻ അവിടെ ഒരു തീരുമാനം എടുക്കുകയാണ്. ആ ഈജിപ്തിലേക്ക് അവർ കടന്നുപോയപ്പോൾ തന്റെ ഭാര്യയോട് ഇപ്രകാരമാണ് താൻ പറഞ്ഞത്. He told his wife that you are looking beautiful. നിന്നെ കാണാൻ വളരെ സൗന്ദര്യമായിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്റെ സഹോദരൻ എന്ന് അവിടെ നമുക്ക് പറയാം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ എന്നെ അവിടുത്തെ വ്യക്തികൾ നിന്നെ നേടുവാൻ വേണ്ടി അവരെന്നെ കൊല്ലാൻ പോലും അവർ മടിക്കത്തില്ല എന്ന് പറഞ്ഞ് അപ്രകാരം ഒരു സ്വയമായിട്ടൊരു ചിന്തയിൽ കൂടെ താൻ അവിടെ കടന്നു പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിന്റെ പരിണാമം അത് വലിയൊരു ദുരന്തത്തിലേക്ക് പോകാൻ തക്കവണ്ണം ഇടയായി. കഴിഞ്ഞ ആഴ്ച പ്രിയ ജിനോച്ചായൻ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിന് ഒരു രൂപാന്തരം വരുന്നില്ല എങ്കിൽ പലപ്പോഴും ചില ദുരന്തത്തിലേക്ക് നമ്മൾ പോയി ചാടുവാൻ തക്കവണ്ണം ഇടയാകും. എന്നാൽ ഇന്ന് പകൽക്കാലം എന്റെ വിഷയം അതല്ല. വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2 വ്യത്യസ്ത വ്യക്തികളെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മുടെ ശ്രദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 40 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ലൂക്കോസ് 8-ന്റെ 40 മുതൽ 48 വരെ ഒന്ന് വായിക്കാം. യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിന്റെ കാൽക്കൽ വീണു. അവന് ഏകദേശം 12 വയസ്സുള്ള ഏകജാതയായ ഒരു മകളുണ്ടായിരുന്നു. അവൻ മരിപ്പാറായതുകൊണ്ട് തന്റെ വീട്ടിൽ വരയണം എന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. അന്ന് 12 സംവത്സരമായ രക്തസ്രാവമുള്ളവളും മുതൽ എല്ലാ വൈദ്യർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ പുറകിൽ അടുത്തു ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി. എന്നെ തൊട്ടതാർ എന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ഗുരു, പുരുഷാരം തന്നെ തിക്കിത്തിരിക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. യേശുവോ, ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന്
വെളിച്ചം കൊണ്ടുവന്ന് അവന്റെ മുൻപിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. Amen. Here we see a woman with constant bleeding for 12 years. 12 വർഷം രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആമേൻ. ഇന്ന് പകൽക്കാലം ഈ ഒരു വാക്യത്തിൽ നിന്നുകൊണ്ട് അല്പനേരം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 12 വർഷം രക്തസ്രാവം പിടിച്ച ഒരു സ്ത്രീ. ഇസ്രായേലിന്റെ ന്യായപ്രമാണം അനുസരിച്ച് ദൈവം മോശയ്ക്ക് കൊടുത്ത കൽപ്പനയ്ക്കനുസരിച്ച് രക്തസ്രാവമുള്ള ആൾക്കാർ പാളയത്തിന് പുറത്താണ്. According to the law that has been given to Moses, those who are with constant bleeding are outside the tabernacle. അവർ ടാബർനാക്കിളിന് പുറത്ത്, അവർ കൂടാരത്തിന് പുറത്താണ് അവരുടെ താമസം. കാരണം ജനം അവരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ സ്ത്രീ എങ്ങനെയാണ് യേശുവിനെ കുറിച്ച് കേട്ടത്? ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ കാണുന്നു. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പ്രകാരം കാണാൻ സാധിക്കും. ഷീ ഹേർഡ് അബൌട്ട് ജീസസ്. അവൾ യേശുവിനെ കുറിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായെന്ന് അവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു പക്ഷേ ആരെങ്കിലും പറഞ്ഞു കാണുമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യേശുവിനെ കുറിച്ച് ഇങ്ങനെ അറിഞ്ഞു കാണും. ആമേൻ. കാനാവിലെ കല്യാണത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കിയ ഒരു യേശുവിനെ കുറിച്ച് കേട്ട് കാണുമായിരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും മറ്റൊരു വ്യക്തി വന്ന് പറയുന്നത് മരിച്ച ലാസറെ ഉയർപ്പിച്ച യേശു. അങ്ങനെ ഇരിക്കുമ്പോൾ മൂന്നാമതൊരാൾ വന്ന് പറയുന്നു, ആമേൻ, കൈ കുറുകിയ ഒരു മനുഷ്യന്റെ കൈ സൗഖ്യമാക്കിയ കർത്താവ്. അങ്ങനെ ഒരു വിധവയുടെ മകനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച കർത്താവിനെ അവിടെ കാണുവാൻ സാധിക്കും. അപ്പോ ഈ പാളയത്തിന് പുറത്തിരിക്കുന്ന ഈ സ്ത്രീ, ആമേൻ, ദൈവത്തിന്റെ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു വിശ്വാസം ജനിക്കുവാൻ തക്കവണ്ണം ഇടയായി. നമ്മൾ നോക്കുമ്പോൾ ഈ വിശ്വാസം ജനിച്ച് ആ വിശ്വാസം നാൾതോറും അവളുടെ ഉള്ളിൽ വളരുവാൻ തക്കവണ്ണം ഇടയായി. അത് എങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മൾ യോഹന്നാന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കാവും. In the beginning the word already existed. The word was with God and the word was God. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആമേൻ. യേശുക്രിസ്തു ആകുന്ന വചനത്തെ കുറിച്ച് അവർ കേട്ടപ്പോൾ, ആ സ്ത്രീ കേട്ടപ്പോൾ അവരുടെ ഉള്ളിൽ ആ ഒരു കേട്ട വചനം അവരുടെ ഉള്ളിൽ അത് വളരുവാൻ തക്കവണ്ണം ഇടയായി. അനുദിനവും അവരുടെ ഉള്ളിൽ ഒരു വിശ്വാസം വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായി. ആമേൻ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ സാക്ഷ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. For those of you who have not heard my testimony, I would like to repeat that once again today. 6 years ago, after my marriage, 6 months down the lane, one day I was at my office and I was addressing my team. I was working as a quality manager in one of the companies. And when I was addressing the team on that day, suddenly I had a stroke. എൻ്റെ വായ ഇങ്ങനെ കോടിപ്പോകാൻ തക്കവണ്ണം ഇടയായി. അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്തു. They ran a lot of tests. അങ്ങനെ ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ ഒരു നെഫ്രോളജിസ്റ്റിനെ പോയി കാണണമെന്ന് പറയാനിടയായി. ഞാനും എൻ്റെ ഭാര്യയും നമ്മൾ നെഫ്രോളജിസ്റ്റിനെ പോയി കണ്ട സമയത്ത് അന്ന് ഏറ്റവും ദുരന്തമായ ഒരു വിഷയമാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, സൺ, both of your kidneys are failed and you have to start dialysis immediately എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം എൻ്റെ എല്ലാ പ്രതീക്ഷയും അവിടെ അസ്തമിച്ചു. ഇവിടെ വചനത്തിൽ വായിച്ചതുപോലെ ആമേൻ, പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. കാരണം എൻ്റെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, 6 മാസമായതേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ അന്നെല്ലാം ഒരു വിശ്വാസം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇല്ല, ഇതിലൂടെ ഞാൻ കടന്നു പോയാലും കർത്താവിൻ്റെ ആ ഒരു സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചു. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും വായിക്കുന്ന ഒരു അധ്യായമാണ് 23-ാം സങ്കീർത്തനം. അതിലിങ്ങനെ പറയുന്നു, even when I walk through the darkest valley, I will not be afraid, for you are with me. Your rod and your staff, they protect and comfort me. കൂരിരുൾ താഴ്വര കൂടെ ഞാൻ നടന്നാലും ഒരനർത്ഥം എനിക്ക് ഭവിക്കത്തില്ല, അങ്ങന്റെ കൂടെയുണ്ട്, അങ്ങനെ വഴി നടത്തുന്ന കൃപ. ആമേൻ എന്ന വാക്യം, ആ വാക്യം ഞാൻ എപ്പോഴും ഞാനിങ്ങനെ പറയും. അതോടൊപ്പം തന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പറയുന്ന വാക്യം, എന്നെ
ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ എന്ന വാക്യം എപ്പോഴും ഞാൻ അത് റിസൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അങ്ങനെ നമ്മളെ ചികിത്സ ആരംഭിച്ചു. I started medications. The medications went on for almost 2 to 3 years. എന്നിട്ടും ഒരു പ്രയോജനമില്ലായിരുന്നു. അങ്ങനെ 2022 ആയപ്പോൾ വളരെ ശരീരം ക്ഷീണിക്കുവാൻ തക്കോണം ഇടയായി. നമ്മൾ പാടത്തില്ലേ രോഗം, നമ്മൾ മലയാളത്തിൽ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ ഉണ്ട്, രോഗം വന്ന് ദേഹം ക്ഷയിച്ചു എന്നൊക്കെ ഉള്ള പാട്ടുകൾ നമ്മൾ കേൾക്കുവാൻ ഇടയാകും. പക്ഷെ അത് ആ പാടുന്ന പാട്ടുകളെല്ലാം എൻ്റെ ലൈഫിൽ ഞാൻ ശരിക്കും അനുഭവിക്കാൻ തക്കോണം ഇടയായി. എൻ്റെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാൻ കഴിഞ്ഞു. എൻ്റെ റിബ്കേജ് ഒക്കെ എനിക്ക് എണ്ണാൻ പറ്റുമായിരുന്നു. കാരണം അത്രത്തോളം എൻ്റെ ശരീരം ക്ഷീണിച്ചു പോയി. ഞാൻ എൻ്റെ ഫോട്ടോ പ്രിയർ ബ്രദറിനെ ഞാൻ കാണിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. വളരെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കാണിച്ചായിരുന്നു. ഏകദേശം 34 കിലോയോളം എൻ്റെ നഷ്ടപ്പെടുവാൻ തക്കോണം ഇടയായി. പെട്ടെന്ന് ആരോഗ്യത്തോടിരുന്ന ഒരു മനുഷ്യൻ വളരെ ചുരുങ്ങി ഒരു ചെറിയ ഒരു മനുഷ്യനെ പോലെ ആയിപ്പോയി. അന്നും ഞാൻ വിശ്വസിച്ചു, ദൈവമേ എന്നെ ദൈവം ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ വിശ്വാസത്തിന് കോട്ടം അല്ലെങ്കിൽ ഒരു ഭംഗം സംഭവിക്കാൻ തക്കോണം ഇടയാകും. എൻ്റെ ജീവിതത്തിലും അങ്ങനെ സംഭവിച്ചു. അങ്ങനെ 2022 ആദ്യം ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് റിജക്ട് ചെയ്തു. അവർ പറഞ്ഞു ഈസ് ക്രിട്ടിക്കലി ഇൽ, വി കനോട്ട് അഡ്മിറ്റ് ഹിം എന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് മാറ്റുവാൻ തക്കോണം ഇടയായി. മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവർ അവിടെ എന്നെ അഡ്മിറ്റ് ചെയ്തു. അവർ ഇമ്മീഡിയറ്റ്ലി നേരെ എന്നെ ICUലേക്ക് കൊണ്ടുപോയി. എൻ്റെ കഴുത്തിൽ അവർ കാനുലേഷൻ ചെയ്തിട്ട് അവർ ഇമ്മീഡിയറ്റ്ലി ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഇത് എന്തിനാണ് എന്നെ ഇങ്ങനെ കടത്തിവിടുന്നത്? ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്തിനാണ് എന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ കടത്തിവിടുന്നത്? So when in that situation I thought like I asked God like God why you are letting me through this situation right now. അപ്പോഴൊന്നും എനിക്ക് ഒരു മറുപടിയും കിട്ടുന്നില്ല. കാരണം ഇങ്ങനെ കടന്നു പോകുന്നല്ലാതെ ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുമായിരുന്നു. So I was not getting the answer. Even though I was asking the question, I was never getting that answer from God like why it is happening like this. നമ്മുടെ ജീവിതത്തിലും ചില സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു അനുഭവം അനുഭവിക്കാറില്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് ഒരു പക്ഷേ നമുക്ക് മറുപടി ലഭിക്കാറില്ല. So it happens with all of us, right? We go through different situations and we think and we ask God and we don't know why it is happening in our life. ആ സമയത്തൊക്കെ ശരിക്കും നമ്മളുടെ വിശ്വാസത്തിന് വലിയൊരു ചോദ്യചിഹ്നം അവിടെ വരുവാൻ തക്കോണം ഇടയാകും. So at that moment it is the actual test of our faith in God. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അനുദിനവും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാലും ദൈവത്തിൽ നിന്നൊരു മറുപടി നമുക്ക് ലഭിക്കുന്നില്ല. So why it is there? Because when we are asking the question to our God but we are not getting any answer. അങ്ങനെ 3 വർഷത്തോളം കടന്നുപോയി. So like that 3 years went is passed by. ആ 3 വർഷത്തിൽ 1.5 വർഷം ഞാൻ ഡിപ്രഷൻ അനുഭവിച്ചു. So in that 3 years, almost 1.5 year, I was in depression. 1.5 വർഷത്തോളം ഞാൻ വീട്ടിൽ ആരോടും സംസാരിച്ചില്ല. So for during that time, I was not speaking to anyone in my family. കാരണം അത്രയ്ക്ക് മാനസികമായിട്ട് ഞാൻ ഒരുപാട് തളർന്നു പോയ ഒരു മേഖലയായിരുന്നു, ഒരു സംഭവമായിരുന്നു. Because that situation through which I was going through, it completely deprived me in my status of my mind. ആകെ എന്നോട് സംസാരിക്കുന്ന എൻ്റെ ഭാര്യ മാത്രമായിരുന്നു ആ സമയത്ത്. So only I was speaking to my wife during that time. അവളോട് പോലും സംസാരിക്കുമെങ്കിൽ സംസാരിക്കും, ഇല്ലെങ്കിൽ അതുമില്ല. If I think okay I should speak to her, then only I will do, otherwise mostly I will not even speak to her as well. അങ്ങനെ 3 വർഷക്കാലം വളരെ ശോധനയിൽ കൂടെ ഞാൻ കടന്നുപോയി. So like that 3 years I was going through the different trials during that time. ഞാൻ പ്രാർത്ഥിക്കാനെല്ലാം നിർത്തി, പ്രാർത്ഥനയെല്ലാം നിർത്തി, വചനധ്യാനമൊക്കെ നിർത്തി, ഞാൻ സഭയിൽ പോകുന്നത് പോലും നിർത്തി. So I stopped praying, I stopped meditating from the word, even I stopped going to the church. പക്ഷേ വാക്തത്വമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയാലും ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം നമ്മളെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. Amen. If God has given you a promise, then definitely God will bring you back in His ways. അതേപോലെ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം എന്നെ മടക്കി കൊണ്ടുവരാൻ തക്കവണ്ണം ഇടയായി. So like that, it was God's time, He brought me back in His way. ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ഈ രക്തസ്രവ സ്ത്രീ, 12 വർഷം രക്തസ്രവ സ്ത്രീ, അവർ യാതൊരു പ്രതീക്ഷയുമില്ലാതെയാണ് അവർ 12 വർഷത്തോളം അവിടെ കടന്നുപോയത്. So as you just read here,
the woman who had the issue of blood flow, she was going through that for last 12 years. ഒരു സഹകരണത്തെ പോലും ഒരു പക്ഷേ ആരും അവരുടെ കൂടെ ഇല്ലായിരിക്കാം, കാരണം അവർ പാളയത്തിന് പുറത്താണ്. There will be a rare chance of anyone helping her out or being with her in that situation. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ യേശുവിനെ കുറിച്ച് അവർ കേൾക്കുന്നത്. And at that moment she heard about Jesus. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, അവർ ഒരുപാട് വൈദ്യരെ പോയി കണ്ടു, ഒരുപാട് പൈസ ചെലവാക്കി, എന്നിട്ടും അവർക്കൊരു സൗഖ്യം ലഭിച്ചില്ല എന്ന് കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നുണ്ട്. So it is written in the word that she went to different doctors, the medical people, practitioners during that time, but nowhere she could find an answer from her disease. ആമേൻ. ആ ഒരു സാഹചര്യത്തിൽ ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർ കേട്ടപ്പോൾ, and when she heard about Jesus Christ at that moment, ആമേൻ, ആ കേട്ട വചനം നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചതുപോലെ, ആമേൻ, in the beginning the word already existed, the word was with God and the word was God. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. So during that time it is like what we read in John 1:1, in the beginning there was the word of God and the word was with God. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴേലും നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ അത് നമ്മുടെ ഹൃദയത്തിൽ അത് ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, and if we hear the word of the Lord and we have taken it in our hearts, അത് ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ അത് ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകും. so because it's the living word that we hear, it will definitely work in our life during such situations. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അബ്രഹാമിനെ പോലെ തന്നെ പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ലാതിരിക്കുന്ന ഒരു സ്ത്രീയാണ്. So like Abraham, she was also in a similar case where there was nothing, no answer for her. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ യേശുവിനെ കുറിച്ച് കേട്ട് നാൾതോറും അനുദിനവും ഇവരുടെ ഉള്ളിൽ അത് വളരുവാൻ തക്കവണ്ണം ഇടയായി. And when she was hearing about Jesus, different miracles that he did, that faith again started to grow in her. ആമേൻ. എൻ്റെ ഉള്ളിലും ഇതേപോലെയായിരുന്നു. ഓരോ ദിവസവും ഈ വിശ്വാസം ഇങ്ങനെ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ഇടയായി. So like this only in my life as well, during that when I was going through the sickness, again that faith started to come back in me. കാരണം എൻ്റെ കുടുംബത്തിൽ തന്നെ ഞാനൊരു രോഗസൗഖ്യം ഞാൻ നേരിട്ട് കണ്ടതാണ്. Because in my family itself I have seen another person getting. എൻ്റെ അമ്മയുടെ ഇളയ അനിയത്തിക്ക് 4th stage ക്യാൻസർ ആയിരുന്നു. My mother's younger sister had the 4th stage cancer. ആൻറ്റി ബാംഗ്ലൂർ ബെഥേൽ ചർച്ചിലെ ഒരു സുവിശേഷികയാണ്. പല സ്ഥലത്തും ദൈവത്തിന് വേണ്ടി ഒരുപാട് ഓടി ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. She is serving the God in Bethel Church in Bangalore. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഇത് വരുന്നത്, ദൈവം എന്തിനാ അത് അനുവദിക്കുന്നത്? So as she is a servant of God, as she is doing things for him, but then why did this happen to her? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവത്തിന്റെ ചിന്ത, നമ്മുടെ ചിന്തയല്ല ദൈവത്തിന്റെ ചിന്ത. കാരണം ദൈവം ഒരു വ്യക്തിയെ പണിതെടുക്കണമെങ്കിൽ ആദ്യം ആ വ്യക്തിയെ ഒന്ന് ഉടയ്ക്കും. So it is not as our way, it is God's way that happen in our life. Because if God want to make us, he first destroys whatever we are. ആ ഒരു കുശവൻ, അത് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഒരു കുശവൻ കളിമണ്ണിനെ എടുത്ത് അതിനെ കുഴച്ച് ആണ് ഒരു പാത്രമാക്കി പണിതെടുക്കുന്നത്. So as a potter, he destroys the clay and then makes the pots. ആമേൻ. ആ ഒരു കളിമണ്ണും കൊണ്ട് ഒരു പാത്രം ഉണ്ടാക്കിയിട്ട് അത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെ വീണ്ടും ഉടയ്ക്കുവാൻ തക്കവണ്ണം ഇടയാകും. So what he does is, if he makes a pot or a utensil from that clay, and if he doesn't like how it turned out, he will again destroy it. എന്നിട്ട് അതിനെ വീണ്ടും കുഴച്ച് തന്റെ മനസ്സിന് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പാത്രമാക്കി തന്നെ ഉണ്ടാക്കും. And again he will need that entire clay again, and then again what he want, he will again make it. എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ജീവിതത്തിലും പല പ്രതികൂല സാഹചര്യം ദൈവം കടത്തിവിടുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് ദൈവം മനോഹരമായ ഒരു കാര്യം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം അത്തരത്തിലുള്ള സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കൂടെ കടത്തിവിടുന്നത്. And in the same way, if we are going through such situations again and again, it is because God want to bring to a beautiful time in our life. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന് തന്നെ വലിയ ചോദ്യചിഹ്നം വരുവാൻ തക്കവണ്ണം ഇടയാകും. So sometimes it is a big question which comes on our faith on God. നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, when we go through such situations in our life, ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. there might be some people who come in our life. ചിലവര് സഹതാപത്തോടെ വന്ന് നമ്മളെ നോക്കും. Some might come with that mercy in their eyes.
ചിലവർ വന്നിട്ട് പറയും നിന്റെ ജീവിതത്തിൽ നീ എന്തോ പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. Some might say to you that you would have done some sin in your life, you would have committed some sin, and that is why you are going through such situation. ചിലവർ പറയും നീ ദൈവത്തിന്റെ വഴി വിട്ട് അകന്നു പോയി, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ സംഭവിച്ചത്. Or some might say to you that you had left the way of the Lord, and that is why it is happening to you. ചിലവർ വന്നിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. And some might come and actually pray with their entire heart for you. ഈ 4 വ്യക്തികളും എന്റെ ജീവിതത്തിൽ കടന്നു വന്നതാണ്. So these 4 type of people also came in my life. പക്ഷേ എന്നെ ഇതേപോലെ അവർ പറഞ്ഞപ്പോൾ നിന്റെ ജീവിതത്തിൽ നീ എന്തോ വലിയ പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ വിട്ടു. So when the people came to me and said like you would have done some sin in your life and that is why you are going through such situation, I didn't take it to my heart and I left it like that. കാരണം ലോകം അങ്ങനെയാണ്. Because world is like that. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ലാതിരിക്കുന്ന സ്ത്രീ കർത്താവിനെ കുറിച്ച് കേൾക്കുവാൻ തക്കോണം ഇടയായി. So like we see here the woman who had no hope in her life. കർത്താവിനെ കുറിച്ച് and she heard about Jesus Christ. ആ കേട്ട വചനം അവളുടെ ഉള്ളിൽ ഓരോ ദിവസവും വളർന്ന് അത് വലിയൊരു വൃക്ഷം പോലെ, അത് ഒരു ഉപമ പറയുന്നതാണ്. And when that she heard about him, that word grow in her heart and that became a big tree. ഒരു ഉപമ പോലെ പറയുന്നതാണ്. It's like a say that you tell that അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം യേശു അവൾ ആ തെരുവിലൂടെ നടക്കുന്നതെന്ന് ഇവിടെ കേൾക്കുവാൻ തക്കോണം ഇടയായി. And then while this was all happening, one day she saw Jesus passing by through that road. യേശു അവള് പോകുന്ന വഴി കൂടെ പോകുന്നുവെന്ന് താൻ കേൾക്കുവാൻ തക്കോണം ഇടയായി. Okay, she heard about that Jesus is going through the same way where she was also going. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, യേശു എന്തിനാണ് അവൾ ഉള്ള ആ വഴി കൂടെ തന്നെ കടന്നുപോയത്? I just think like why Jesus went through the same way where she was going through. കാരണം ആ സ്ട്രീറ്റ്സിൽ ഒരുപാട് സ്ട്രീറ്റ്സ് ഉണ്ട്. കാരണം യേശു സ്ഥിരമായിട്ട് പോകുന്ന പല വഴികൾ ഉണ്ടായിരിക്കാം. അന്ന് എന്തുകൊണ്ടാണ് ഡീവിയേറ്റ് ചെയ്തത്? There might be different streets where Jesus could have passed by, but then why Jesus chose that way only? കാരണം ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ അത് അറിയുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. Because I believe that God hears before even we speak through our mouth. God hears what is there. പലപ്പോഴും നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ സാധിക്കും, എന്റെ സമയം ഇനി വന്നില്ല, എന്റെ സമയമായില്ല എന്ന് കർത്താവ് പല സാഹചര്യത്തിലും പറയുന്നതായിട്ട് നമുക്ക് കേൾക്കുവാൻ തക്കോണം ഇടയായിട്ടുണ്ട്. When we hear from the word of the Lord, we hear that it's not the right time actually right now, and that is why it is taking more time. അന്ന് ഈ രക്തസ്രവ സ്ത്രീയുടെ രോഗത്തിന് സൗഖ്യം കൊടുക്കേണ്ട ദിവസമായിരുന്നു. അത് കർത്താവിന്റെ ദിവസമായിരുന്നു. And that was the right day, right time for this woman, and that is why Jesus went through that same street. നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. Because God called us even before we are born in the womb of our mother. അങ്ങനെയുള്ള കർത്താവിന് അറിയാം അന്ന് അവിടെ ഒരു രക്തസ്രവ സ്ത്രീയുണ്ട്, അവർക്ക് സൗഖ്യം വേണമെന്നുള്ളത് കർത്താവിന് അറിയാം. And the same God knows that there is a woman like this issue, and that is why he went through that street. അപ്പോൾ അങ്ങനെ കർത്താവ് ആ ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് കടന്നുപോയപ്പോൾ, and when Jesus Christ was going through that way, ആമേൻ, ഇവള് ഒരു തീരുമാനം എടുക്കുകയാണ്. and that time she determines in her heart. ആമേൻ, അവൾ എടുത്ത തീരുമാനം ഇപ്രകാരമായിരുന്നു. So the determination that she took at that moment is, എനിക്ക് യേശുവിനെ ഒന്ന് തൊടണം. so somehow I need to go and touch him. യേശുവിനെ ഒന്ന് എനിക്ക് തൊടാൻ കഴിഞ്ഞില്ലെങ്കിൽ യേശുവിന്റെ വസ്ത്രത്തിന്റെ ഒരു നൂലിൽ ഒരു തൊങ്ങലിൽ എനിക്ക് തൊടണമെന്നൊരു തീരുമാനം എടുക്കുകയാണ്. So she took that decision that even if I'm not able to touch Jesus, at least I need to touch the cloth that he is wearing, at least a part of that. അങ്ങനെ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി താൻ ആൾക്കൂട്ടത്തിനിടയിൽ കൂടെ കടന്നു വരികയാണ്. And with that strong faith she went passed through that crowd which was surrounding Jesus. ഈ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് രക്തസ്രവമുള്ള സ്ത്രീയെ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും തൊടുകയോ അല്ലെങ്കിൽ അവരാരെങ്കിലും തൊടുകയോ ചെയ്താൽ അവർ അശുദ്ധമായി തീരുമെന്നാണ് മോശയുടെ ന്യായപ്രമാണം പറയുന്നത്. So the law of Moses, it says that any person who is going through such blood flow issues, and if they touch anyone or someone else touch this person, they become unholy. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീ എങ്ങനെ ആൾക്കൂട്ടത്തിനിടയ്ക്ക് കടന്നു വരും?
So, like in that situation, how can that woman can go through the crowd which was അപ്പൊ surrounding ഞാൻ Jesus? വിശ്വസിക്കുന്നത് ഒരുപക്ഷെ അവരുടെ മുഖമെല്ലാം കവർ ചെയ്തായിരിക്കും ഒരുപക്ഷെ കടന്നു വന്നത്, അകത്തോട്ട് ആൾക്കൂട്ടത്തിനിടയ്ക്ക് അവർ കടന്നു വന്നത്. What I believe is that she would have covered her completely, even her face, and also that others cannot see her, and then she would have passed by. ന്യായപ്രമാണം അനുസരിച്ച് ഇവർ ആൾക്കൂട്ടത്തിനിടയ്ക്ക് വന്നാൽ ഇവരെ കല്ലെറിയണമെന്നാണ്. Because as per the law, it is like in case if she is come near to the crowd, then they should throw stones and kill her. അത് ന്യായപ്രമാണം ദൈവം കൊടുത്തിരിക്കുന്ന ന്യായപ്രമാണമാണ്. Because that is the law of the Lord which was given to Moses. ആമേൻ. പക്ഷേ നമ്മൾ ഈ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ഈ പഴയ ന്യായപ്രമാണങ്ങളെ എല്ലാം ഓവർകം ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. But the New Testament says that Jesus Christ came here, and all these laws which were given to the Moses, it is all overwritten. അങ്ങനെ ഇവൾ ആ ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് കൂടെ അവൾ കടന്നു വന്നു. So she passed through all the crowd to Jesus. ആ യേശുക്രിസ്തുവിന്റെ ആ വസ്ത്രത്തിന്റെ ഒരു നൂലിൽ അവൾ തൊട്ടു. And she just touched a part of the cloth that Jesus was wearing. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ആ ക്ഷണത്തിൽ തന്നെ സൗഖ്യത്തിന്റെ ശക്തി കർത്താവിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. And in Lucas, as we read, at that moment when she touched the piece of cloth, at that moment only the strength of healing went through Jesus into her. അവളുടെ ശരീരത്തിൽ അവൾ അപ്പോൾ തന്നെ രോഗസൗഖ്യം അനുഭവിച്ചു എന്നാണ് വചനത്തിൽ കാണുന്നത്. And at the same moment she was healed from her disease, is what is written in the word of the Lord. കർത്താവ് ചോദിക്കുക, എന്നെ ആരാണ് തൊട്ടത്? And that moment Jesus asked, who touched me? ആമേൻ. കാരണം അപ്പോൾ ശിഷ്യന്മാരിങ്ങനെ പറഞ്ഞു, ഇവിടെ ഇത്രയും ആൾക്കൂട്ടവും ഇത്രയും ബഹളവും എല്ലാം ഉണ്ട്, എല്ലാവരും തള്ളിയാണ് നടക്കുന്നത്, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നിന്നെ ആരാണ് തൊട്ടത്? എങ്ങനെ പറയാൻ സാധിക്കും? So, but the disciples answered, when Jesus asked this question, disciples answered, Jesus, you see there are lot many people around you, there's so much crowd, who has touched you, how we will know? യേശു ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ നിന്ന് സൗഖ്യത്തിന്റെ ശക്തി പുറപ്പെട്ടത് ഞാൻ അനുഭവിച്ചു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. But then Jesus replied that there was a strength of healing which went through me to someone, and that is why I am asking this. ഇന്ന് പകൽക്കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഇതാണ്. And today morning I want to say this to you, each one of you. നമ്മൾ ഏതൊരു സാഹചര്യത്തിൽ കൂടെയാണെങ്കിൽ ഇപ്പൊ കടന്നു പോകുന്നത്, Whatever situation we are going through right now, ഒരു പക്ഷേ നമ്മളുടെ കുടുംബജീവിതമായിരിക്കാം, may it be our family, our relationship, ഒരു പക്ഷേ ഒരു തകർന്ന കുടുംബജീവിതത്തിലായിരിക്കാം നമ്മളായിരിക്കുന്നത്, maybe our relationship is in a bad situation at this അല്ലെങ്കിൽ moment, ഒരു പക്ഷേ ഒരു രോഗത്തിൽ കൂടെ ആയിരിക്കാം നമ്മൾ കടന്നു പോകുന്നത്, or we might be going through a sickness at this moment, ഒരു പക്ഷേ നമ്മൾ ഒരു കടഭാരത്തിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കാം, or we might be having a lot of loans or credits on us right അല്ലെങ്കിൽ now, നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലായിരിക്കാം, or we might not be able to see any peace in our heart. ഇന്ന് പകൽക്കാലം ഏതൊരു സാഹചര്യത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും, And today morning, whatever situation we are going through, അതിനെല്ലാം തരണം ചെയ്യുവാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. and our Jesus Christ is the one who can take you above everything. ആമേൻ. അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചതുപോലെ, And like Abraham had faith on the word of the God, like that same way. നമ്മൾ തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നു, 75-ാം വയസ്സിലാണ് അബ്രഹാമിനെ കർത്താവ് വിളിക്കുന്നത്. As the word of God says, at the age of 75, God he became a father. 75-ാം വയസ്സിലാണ് കർത്താവ് അബ്രഹാമിനെ Abraham. വിളിക്കുന്നത്. Okay, so God called Abraham at the age of 70 when he was 75 years old. തന്റെ യാത്ര 25 വർഷം തുടർന്നു. And his journey was there for 25 years. ആ 25 വർഷത്തിലും തനിക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ചില്ല. And for those 25 years again, God didn't provide the answer as a അങ്ങനെ child. തനിക്ക് 100 വയസ്സായി. And then he became 100 years old. 75-ാം വയസ്സിൽ കൊടുത്ത വാഗ്ദത്തമായിരുന്നു തനിക്ക് ഒരു മകനെ ദൈവം കൊടുക്കുമെന്ന്. So at the age of 75, God gave him the promise that you will have children in your family. 25 വർഷം കഴിഞ്ഞു. 25 years went by. എന്നിട്ടാണ് ഈ റോമാലേഖനത്തിൽ പറയുന്നത്, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്ന അബ്രഹാം. So like in Romans we read, against everything, all the situations, Abraham had the faith on the word of God. അങ്ങനെ 100-ാം വയസ്സിലാണ് ദൈവം അബ്രഹാമിന് ഒരു മകനെ ദൈവം നൽകിയത്. And at the age of 100, God blessed him with a son. നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. Our God is a God who answers our prayers, who does impossible into എന്റെ possible. ജീവിതത്തിലും
ഇതേപോലെ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സാഹചര്യത്തിൽ കൂടെ ഞാൻ കടന്നുപോയെങ്കിലും And in the similar way, when there was no answer where I could see, and God when He led me through this situation. എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അവന്റെ അടിപ്പിടലുകളാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. But there was faith somewhere inside me that God will definitely provide me the healing. ഈ 3 വർഷം കടന്നുപോയത് ഞാൻ 3 വർഷം എന്ന് വളരെ ലാഘവത്തോടെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അനുഭവിച്ച എനിക്ക് അതിന്റെ വേദനകൾ അറിയത്തുള്ളൂ. This 3 years which I'm telling you about right now, I'm saying it very lightly, but I actually know how that time was for me. കാരണം ഓരോ പ്രാവശ്യം ഡയാലിസിസ് റൂമിലേക്ക് കയറി ഇറങ്ങുമ്പോഴും എൻ്റെ മനസ്സ് ഭയങ്കര വേദനിക്കുമായിരുന്നു. കാരണം എന്തിന് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു കർത്താവേ എന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. Because every time I had to go through a dialysis session, I was always thinking like why I had to go through all this. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇങ്ങോട്ട് വരുന്നതിന് ഒരു 6 മാസം മുമ്പ് ഡിസംബർ മാസമായപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി കിടപ്പായി പോയി. ഞാൻ ബെഡ് പേഷ്യൻ്റായി മാറുവാൻ തക്കോണം ഇടയായി. So like I was telling in the last time during my testimony, so 6 months back during last year December, I was completely bedridden. അങ്ങനെ 4 മാസത്തോളം ബെഡിൽ തന്നെയായിരുന്നു. And like for 4 months I was completely bedridden. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഇന്റർവ്യൂ കൊടുത്തത് ഞാൻ കിടന്നുകൊണ്ടാണ് ഇന്റർവ്യൂ കൊടുത്തത്. I gave the interview, the company which I'm working for right now, the interview I faced while I was lying down in my bed. ഞാൻ പറഞ്ഞതുപോലെ പലരും വന്നിട്ട് എന്നെ നോക്കിയിട്ട് വളരെ സഹതാപത്തോടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവം നിന്റെ ഹിതം വെളിപ്പെടുത്തണമേ എന്ന് വെച്ചാൽ അങ്ങ് എടുത്തോളണേ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. So some people also came to me and with that mercy they were praying, Lord, let your will be done in his life, and as a meaning that Lord you take him. അങ്ങനത്തെ പ്രാർത്ഥന പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. So like those prayers also I have heard in my life. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുന്നു. So it says, the word of the Lord says, the same spirit which rose Jesus from the dead, that same spirit lies in you. ആ ദൈവത്തിന്റെ ആത്മാവ് മൃത്യു ശരീരത്തെ ജീവനുള്ളതാക്കി മാറ്റും. That same spirit changes a dead body into living. നിർജീവമായി കിടക്കുന്ന എന്ത് അവയവമാണെങ്കിലും അതിനെ ജീവനുള്ളതാക്കി മാറ്റുവാൻ കർത്താവിന് സാധ്യമാണ്. Any dead creature will be transformed into a living creature. നമ്മൾ ലാസറെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ When we think about Lazarus, നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും, താൻ മരിച്ചു. we can think that he is dead. അന്നത്തെ ആൾക്കാരുടെ വിശ്വാസം അനുസരിച്ച് the belief of those the people of those times, അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ ആന്തരിക അവയവങ്ങളെ എല്ലാം അവർ പുറത്തെടുത്ത് അതിനകത്ത് അവർ സുഗന്ധദ്രവ്യം നിറച്ചിട്ടാണ് ശവം അടക്കുന്നത്. So during those times they used to take everything from their body and they used to put perfumes and all, and then they used to bury them. അവരുടെ ശരീരം അഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇന്റേണൽ ഓർഗൻസ് മുഴുവനും റിമൂവ് ചെയ്തിട്ടാണ് അവർ ശവം അടക്കുന്നത്. So that they could keep them as for long lasting, their bodies to be kept as a long lasting time. They used to take everything which is in the inside of the body, all the internal organs were removed, and then they were kept like that. അങ്ങനെയാണ് ലാസറിനെ അവർ ശവം അടക്കിയത്. And that is how Lazarus was also buried. അപ്പോൾ യേശുക്രിസ്തു ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്ന് ലാസറെ പുറത്തു വാ എന്ന് പറഞ്ഞപ്പോൾ, and when Jesus when standing in front of that place, when he called Lazarus to come out, അവിടെ 3 കാര്യങ്ങളാണ് നടന്നത്. there were 3 things which happened during that ഒന്ന്, time. ലാസറിന്റെ ശരീരം അഴുകിപ്പോയായിരുന്നു എന്നാണ് വചനത്തിൽ വായിക്കുന്നത്. The word of the Lord says that Lazarus' body was completely decayed. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ആ അഴുകിയ ശരീരം അത് റീസ്റ്റോർ ആകുവാൻ തക്കോണം ഇടയായി. So the first thing which happened when Jesus called us, the decayed body again, it renewed again. 2, തന്റെ ആന്തരിക അവയവങ്ങൾ അവിടെ വീണ്ടും സൃഷ്ടിക്കപ്പെടുവാൻ തക്കോണം ഇടയായി. Because all the internal organs were already removed, that his internal organs again became new in his body. 3, തന്റെ ശരീരത്തിൽ വീണ്ടും ബ്ലഡ് ജനറേറ്റ് ആവാൻ തക്കോണം ഇടയായി. അത് ബ്ലഡും ഉളവാകാൻ തക്കോണം ഇടയായി. And because his body was also out of blood,
the blood again started to flow in കർത്താവിന്റെ his ഒരൊറ്റ body. വിളിയായിരുന്നു. ലാസറെ പുറത്തു വാന്ന് വിളിച്ചപ്പോൾ ഈ 3 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. നാലാമത്തെ കാര്യം തന്റെ ആത്മാവ് സ്വർഗ്ഗത്തിലുണ്ടായിരുന്നു. ആത്മാവ് വന്ന് തന്റെ ശരീരത്തിൽ കയറിയിട്ടാണ് പുറത്തോട്ട് ഇറങ്ങി വന്നത്. And these 3 things happened when Jesus called, and the 4th thing which happened is his spirit which was there in heaven, it came into his body. എത്ര പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സാഹചര്യമാണെങ്കിലും അവൻ കർത്താവിനെ വിളിച്ചാൽ അവൻ ആ എല്ലാ മേഖലയിലും ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ നടക്കുവാൻ തക്കോണം ഇടയാകും. So whatever situation it might be right now, if we call Jesus and he can provide you the deliverance, he can change all the situations for you. ഈ കഴിഞ്ഞ 3 വർഷം എൻ്റെ ജീവിതത്തിൽ ആ ഒരു വിശ്വാസം അനുദിനവും വർദ്ധിപ്പിച്ചാണ് ഞാൻ വന്നത്. And during these 3 years, I was transforming, I was increasing my faith day by day in him. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവിനെ പരിപൂർണമായി സൗഖ്യമാക്കി. And I believe that God has healed me completely. ഞാൻ കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം പറഞ്ഞതുപോലെ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് എൻ്റെ എല്ലാ ബ്ലഡിലുള്ള എല്ലാ കണ്ടൻസും നോർമൽ റേഞ്ചിലേക്ക് കടന്നു വരുവാൻ തക്കോണം ഇടയായി. So as I testified last Sunday here, the previous day Saturday I had given the blood test, and in that every issue from my body, whatever the problems were there in my blood were completely removed. ഞാൻ ഈ 3 വർഷം ഈ ഇപ്രകാരം ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നുപോയപ്പോൾ എന്നെ ബലപ്പെടുത്തിയത് എൻ്റെ അമ്മയുടെ അനിയത്തിയായിരുന്നു, എൻ്റെ ആന്റിയായിരുന്നു എന്നെ ബലപ്പെടുത്തിയത്. So when I was going through such situation over the last 3 years, my mother's younger sister, she actually helped me to grow more in faith. കാരണം അവരുടെ ജീവിതത്തിൽ അവർ 2 വർഷം അവർ ഈ 4th സ്റ്റേജ് ക്യാൻസർ അനുഭവിച്ച് അവർ വളരെ കഷ്ടപ്പെട്ടു. Because she also had to go through a similar situation because for 2 years she was going through that 4th stage of cancer. അങ്ങനെ അവർ ഒരു വലിയ സർജറി ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. And doctors told her that there would be a big surgery which is required. അങ്ങനെ ഈ ആന്റി ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് ഈ സർജറിക്ക് വേണ്ടി കടന്നു ചെന്നപ്പോൾ, And when this auntie, she went to the hospital for getting admitted for the surgery. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു സർജൻ പറഞ്ഞു നമുക്ക് ഈ എല്ലാ ടെസ്റ്റുകളും ഒന്നും കൂടെ ചെയ്യാന്ന് പറഞ്ഞു. And that moment the surgeon said, let's once again do all the tests to check if this is കാരണം required. അദ്ദേഹം ആന്റിയെ കണ്ടപ്പോൾ എന്തോ ഒരു ചേഞ്ച് അദ്ദേഹത്തിന് തോന്നി. Because at that moment the surgeon, when he saw this auntie, he could see that there are some changes in her. അങ്ങനെ അവർ എല്ലാ ടെസ്റ്റും വീണ്ടും ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ക്യാൻസറിന്റെ ഒരു അംശം പോലും ശരീരത്തിലില്ല, എല്ലാം മാറി എന്നാണ് അവർ പറഞ്ഞത്. And when they did the test again, at that moment the doctor declared that there is no even a single cell of cancer in her body അപ്പോൾ ഈ anymore. ആന്റി എന്നെ ഓരോ ദിവസം വിളിച്ച് എനിക്ക് വേണ്ടി 2 മണിക്കൂർ പ്രാർത്ഥിക്കുമായിരുന്നു. And this auntie used to call me over those 3 years. Every day for 2 hours she used to call me and pray for me. എന്നോട് പറഞ്ഞു ഓരോ ദിവസവും നീ ഓരോ അധ്യായം പുതിയ നിയമത്തിൽ നിന്ന് ബുക്ക് ഓഫ് ഗോസ്പൽസിൽ നിന്ന് കർത്താവ് ചെയ്ത സൗഖ്യങ്ങളെ കുറിച്ച് വായിക്കുവാൻ പറഞ്ഞു. And she used to tell me to daily to meditate from all the gospels where Jesus did those miracles. ഈ വചനങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് അത് ധ്യാനിക്കാൻ പറഞ്ഞു. And she asked me to meditate, to continuously read it again and again and meditate it in. 3 വർഷം ഒരു ദിവസം പോലും മുടക്കമില്ലാതെ ഞാൻ അത് ചെയ്തുകൊണ്ട് കടന്നു വന്നു. And during those 3 years I continuously did what she asked. നമ്മൾ വായിച്ചതുപോലെ വചനം ദൈവമാണ്. And as we just read, word is God. ആ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുക തന്നെ ചെയ്യും. And the word will do changes in us. ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു എന്നെ സൗഖ്യമാക്കിയ ദൈവം നിങ്ങളെ സൗഖ്യമാക്കാൻ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And I believe that the same God who healed me can also heal you. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ നിങ്ങൾ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നവരായിരിക്കാം. And I think like most of you would be looking for a deliverance in your life. ഏത് മേഖലയാണെങ്കിലും Whatever situation it might be. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Can we all stand in His presence for a moment? ഇത് ഏത് സാഹചര്യമാണെങ്കിലും Whatever situation it might be. ആമേൻ. നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. Our God is a miracle working God. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. There is nothing which is impossible for Him. യേശുക്രിസ്തുവിനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. And as it is written about Jesus in the Word of God. ആമേൻ. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം. He is the miracle working God. He is the King above all everyone. നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. He is the King of peace in our lives. ആമേൻ. തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. We read in the word of the Lord.
മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രന്റെ നാമത്തെ ഉയർത്തേണ്ടതാണ്. So like Moses rose the name in the desert, like the same way we have to rise his ഇന്ന് name. പകൽക്കാലം യേശുവിന്റെ നാമം ഒന്ന് ഉയർത്താമോ? Can we exalt his name at this moment? യേശുവിന്റെ നാമം അധികാരമുള്ള നാമമാണ്. His name is above everything. വിടുതൽ തരുന്ന നാമമാണ്. His name provides the deliverance. രോഗികളെ സൗഖ്യമാക്കുന്ന നാമമാണ്. His name provides healing to people who are sick. മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്ന നാമമാണ് യേശു. His name raises people who are dead. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന നാമം. വനാന്തരങ്ങളെ വരിഞ്ഞെടുക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം. ആ നാമത്തിൽ മേലായ മറ്റൊരു നാമവുമില്ല. There is no name above in his name. ഇന്ന് പകൽക്കാലം ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് തുറക്കാമോ? Can you open your hearts and look into him? കർത്താവേ, എന്റെ ജീവിതത്തിൽ ഒരു പക്ഷേ എനിക്ക് ഒരിക്കലും എനിക്ക് പുറത്തു വരാൻ കഴിയാത്ത ചില സ്വഭാവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. God, there are few things in my life which I am not able to come out of. ചില അഡിക്ഷൻസ് എന്റെ ലൈഫിലുണ്ട്. There are some addictions in my life. അതെന്തെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നെന്നും എനിക്കറിയത്തില്ല. Why it is there in my life I don't know, or I don't know why I am speaking to you. കർത്താവ് എന്തുകൊണ്ട് അത് എനിക്ക് ഇങ്ങനെ പറയിപ്പിക്കുന്നെന്ന് പോലും എനിക്കറിയത്തില്ല. I don't know why God is talking to you like this through me. കാരണം രഹസ്യങ്ങളെ അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Because God knows all the hidden things in our ഇന്ന് lives. പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ എന്ത് മേഖലയിലാണോ നമുക്കൊരു ഡെലിവറൻസ് വേണ്ടത്, At this moment, whatever deliverance we are required in whatever situation in our life, ആമേൻ, നമ്മളെ തന്നെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. can we submit ourselves in His hand? ആമേൻ, നമ്മളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ, If we want to submit ourselves in the hand of നമ്മുടെ God, ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. there is a transformation, a sanctification which is required in our ഒരു life. ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകാൻ കഴിയത്തില്ല. If we don't go through the process of sanctification, we will not be able to go near to our ആമേൻ, God. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ആരാധന നമ്മൾ കാഴ്ചവെക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരു ശുദ്ധീകരണം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. Before we submit our worship unto our God, we need to go through the process of sanctification. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അനുദിനവും നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. When we are living in this world, every day we need to go through the process of ഇന്ന് sanctification. പകൽക്കാലം ഏത് മേഖലയാണോ എന്റെ ജീവിതത്തിൽ ഞാൻ ഉപേക്ഷിക്കേണ്ടത്, At this moment, whatever thing is required in our life to be removed, ആമേൻ, കർത്താവിന്റെ ആ ഒരു കർത്താവിനോട് ചേരുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ എന്താണോ തടസ്സം, ആ തടസ്സത്തെ ഇന്ന് പകൽക്കാലം മാറ്റുവാൻ തയ്യാറാണോ? whatever thing is blocking you to come near to our God, are we ready to remove from our life today? ഇന്ന് പകൽക്കാലം നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, If you are taking a decision or taking a determination in your life right now, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. our God is a God who makes impossible into possible. ആമേൻ, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. Nothing is impossible for our God. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Can we close our eyes in the God's presence? കർത്താവേ, ഇന്ന് പകൽക്കാലം എന്റെ ജീവിതത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. Lord, I submit my life in your hand. എന്റെ ഉള്ളിൽ വന്ന് വസിക്കണമേ കർത്താവേ. Lord, you come and you live in us, O Lord. കർത്താവേ, എന്റെ ജീവിതത്തിൽ സകല മേഖലകൾ എന്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നോട്ടം കൊണ്ടും ചിന്ത കൊണ്ടും ഞാൻ ചെയ്ത പാപങ്ങളെ ഏറ്റുപറയുന്നു. Lord, I declare all the sins that I have committed with my eyes, with my mouth, or with whatever I have thought of, or what I have done in my life, O Lord. പകൽക്കാലം അങ്ങയുടെ പരിശുദ്ധമായ രക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. Lord, you cleanse us with your blood and remove all the sins from our lives, O തിരുവചനം Lord. പറയുന്നു, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിന്റെ പുണ്യാഹ രക്തം. And as the word of the Lord says, the holy blood of the Lord which speaks to us. ആമേൻ, ഇന്ന് പകൽക്കാലം ആ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. Lord, through that same blood, can you cleanse us today, O Lord? Let us pray to Him like that. എല്ലാവരും നിങ്ങളുടെ അതരങ്ങളെ തുറന്ന് ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ച് Just open your mouths, open your hearts, and start speaking to our God. ആമേൻ. സ്തോത്രം, സ്തോത്രം. മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ, മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ.
ദൈവമേ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിനെ ആത്മാവസത്യത്തിൽ ആരാധിപ്പാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. നൽകിയ വചനത്തിനായി സ്തോത്രം കർത്താവേ. അബ്രഹാം ആശയ്ക്ക് വിരുദ്ധമായി ആശയോടെ വിശ്വസിച്ചു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിശ്വസിക്കുകയാണ് ദൈവമേ ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവെ എല്ലാ സാഹചര്യത്തിന്മേലും അവനൊരു വിടുതൽ നൽകുവാൻ ഹല്ലേലൂയ. അതെത്ര പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത വിഷയമാണേലും ഇന്ന് പകൽക്കാലം എന്റെ ദൈവമേ ഹല്ലേലൂയ ആ വിഷയത്തിന്റെ പുറത്ത് ഒരു അത്ഭുതം ചെയ്യുവാൻ അങ്ങ് ശക്തനായ ദൈവമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവമേ. വചനത്തിൽ പറയുന്നത് പോലെ കൂരിരുൾ താഴ്വരെ കൂടെ ഞാൻ നടന്നാലും ഒരനർത്ഥം എനിക്ക് ഭവിക്കത്തില്ല. അങ്ങന്റെ കൂടെയുണ്ട്. അങ്ങനെ വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. സംഗീതക്കാരൻ പറയുന്നത് പോലെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇന്ന് പകൽക്കാലം ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ ഉപകാരങ്ങളെയും ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ എന്നെ സ്തുതിക്കുന്നു, ഞാൻ എന്നെ വാഴ്ത്തുകയാണ് കർത്താവേ. ഇന്ന് പകൽക്കാലം കർത്താവേ ഇതിനകത്ത് രോഗികളുണ്ട് എന്ന് ഞാൻ അറിയുന്നു. എന്റെ ദൈവമേ അങ്ങയുടെ വചനം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, എന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നു. ആ ദൈവത്തിന്റെ ആത്മാവ് മൃത്യു ശരീരത്തെ ജീവനുള്ളതാക്കി മാറ്റും. ഇന്ന് പകൽക്കാലം ആ വചനം കർത്താവേ ഹല്ലേലൂയ ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ദേഹം ആത്മാവിൽ ക്രിയ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ.
സൗഖ്യത്തിന്റെ ശക്തി കർത്താവെ ആ രക്തസ്രവ സ്ത്രീയുടെ മേൽ വ്യാപരിച്ചതുപോലെ ഇന്ന് പകൽക്കാലം കർത്താവെ രോഗികൾ ഇതിനകത്തുണ്ടെങ്കിൽ സൗഖ്യത്തിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേൻ കർത്താവെ. ഒരുപക്ഷെ കർത്താവെ കുടുംബ ജീവിതത്തിൽ ആമേൻ കർത്താവെ ഹല്ലേലൂയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ കർത്താവെ ദൈവിക സമാധാനം അവരുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. മാറയെ മധുരമാക്കി തീർക്കുന്ന ദൈവം ഹല്ലേലൂയ അങ്ങനെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ ഒരു വിടുതൽ ഒരു സമാധാനം അവരുടെ ജീവിതത്തിൽ കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ കടഭാരത്താൽ ഉള്ള വ്യക്തികളുണ്ടെങ്കിൽ ദൈവമേ അങ്ങനെ വചനം പറയുന്നു വായ്പ വാങ്ങുന്നവനായിട്ടല്ല കൊടുക്കുവാൻ സമൃദ്ധി നൽകുന്ന ദൈവം. എന്നാൽ അസാധ്യമായതൊന്നുമില്ല കർത്താവേ. ഇന്ന് പകൽക്കാലം നൽകിയ വചനത്തിനായി സ്തോത്രം ഹല്ലേലൂയ. വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ. ആമേൻ ദൈവമേ. ഇന്ന് പകൽക്കാലം ദൈവമേ ഹല്ലേലൂയ ഞങ്ങൾ കേട്ട വചനം ഈ ഒരാഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ അതായത് കർത്താവെ അനുദിനവും കർത്താവെ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ പിതാവിടെ ആക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവപ്രകാരം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. മാനവും മഹത്വവും പുകഴ്ചയും ആദരവും എല്ലാം അങ്ങേക്ക് പിതാവേ. എന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേട്ടുത്തരം നൽകുന്ന സ്വർഗീയ പിതാവേ. ആമേൻ. എനിക്ക് സമയം തന്ന ദൈവസഭയോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ